ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാ സ്പേസ്. അപ്പോൾ ഇന്ന് രാവിലെ നടന്ന രണ്ട് മാച്ചസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മാച്ച് എന്ന് പറഞ്ഞാൽ അർജന്റീന വേഴ്സസ് കേപ്പവർദയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇരുന്ന് തീ തിന്ന മത്സരമായിരുന്നത്. അപ്പോൾ കേപ്പവർദയായിട്ടുള്ള ഫിക്സർ വന്നപ്പോഴേ എനിക്ക് അറിയുന്ന കാര്യമാണ് ഈ മാച്ച് ഒരിക്കലും ഈസി ആയിരിക്കുക എന്നുള്ളത്. കാരണം സൗദി അറേബ്യയും അതേപോലെ ഉറുഗ്വയും സ്പെയിനും നടങ്ങിയ ഗ്രൂപ്പിൽ നിന്നാണ് ഇവർ ക്വാളിഫൈ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും ഈ മാച്ച് ഈസി ആയിരിക്കില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കേപ്പവർദയുടെ എബിലിറ്റി എന്താണെന്ന് ഈ മാച്ചിലൂടെ കാണിച്ചു തന്നതാണ്. വേൾഡ് ചാമ്പ്യൻസിനെതിരെ ഇത്രയും നല്ല രീതിയിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമാണ് അർജന്റീന ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. 29ാം മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിൻസിന്റെ ഒരു കിടിലൻ ലോങ് ബോൾ കണക്ട് ചെയ്തിട്ട് മെസ്സി അങ്ങനെ ഗോൾ സ്കോർ ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ടും അർജന്റീന നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ അർജന്റീനയ്ക്ക് ഒരു പ്രോബ്ലം ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഒഴിഞ്ഞാണ്. ഒഴിയുന്നത് കിടിലായിട്ടാണ് കളിച്ചത്. ഒരുപാട് സേവുകൾ നടത്തുന്നുണ്ട്. 3 ഗോൾ കൺസിഡർ ചെയ്തെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ടാണ് ഒഴിഞ്ഞ് കളിച്ചത്. മെസ്സിന്റെ ഒരുപാട് എഫേർട്സ് ഒഴിഞ്ഞ് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് 59ാമത്തെ മിനിറ്റിലാണ് കേപ്പവർദ ഈക്വലൈസ് ചെയ്യുന്നത്. അതൊരു കിടിലൻ ഗോളായിരുന്നു. ഒരു നെറ്റ്മഗ് പാസ്, അത് കഴിഞ്ഞിട്ട് നെറ്റ്മഗ് ഫിനിഷ്, അങ്ങനെയാണ് കേപ്പവർദ ആ ഗോൾ സ്കോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ലിസാൻഡ്രോ മാർട്ടിൻസിന്റെ ഒരു കിടിലൻ ഫിനിഷിലൂടെ അർജന്റീന വീണ്ടും മുമ്പിൽ എത്തുകയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈമിലാണ് കേപ്പവർദ വീണ്ടും സമനില ഗോൾ അടിക്കുന്നത്. അതൊരു കിടിലൻ ഗോളായിരുന്നു. ലൂപ്പസ് കബ്രാലാണ് കേപ്പവർദയ്ക്ക് വേണ്ടി ഇക്വലൈസ് ഗോൾ അടിക്കുന്നത്. അതൊരു അടിപൊളി ഗോളായിരുന്നു. ഗോൾ ഓഫ് ദ ടൂർണമെന്റ് ആവാൻ വേണ്ടി ഒരു യോഗ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ഗോളായിരുന്നു അത്. അർജന്റീനയുടെ വിന്നിംഗ് ഗോൾ വരുന്നത് 111ാമത്തെ മിനിറ്റിലാണ്. മെസ്സി എടുത്ത കോർണറിലേക്ക് ക്യൂട്ടി റൊമേറോ കണക്ട് ചെയ്യാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് ക്യൂട്ടി റൊമേറിന്റെ പേരിലായിരിക്കും ഗോൾ എന്നുള്ളതാണ്. പക്ഷേ അത് ഓൺ ഗോൾ ആയിട്ടാണ് മാറുന്നത്. അങ്ങനെ അർജന്റീന 3-2 എന്ന സ്കോർ ലൈനിൽ വിജയിക്കുകയാണ്. ഈജിപ്താണ് റൗണ്ട് ഓഫ് 16 അർജന്റീനയുടെ എതിരാളിയായിട്ട് വരുന്നത്. അപ്പോൾ കേപ്പവർദ ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച ആൾക്കാരുടെ മുമ്പിലേക്ക് കേപ്പവർദ അവരുടെ കളി കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പം ഭയങ്കര റെസ്പെക്റ്റോടെയാണ് ഈ കേപ്പവർദ ടൂർണമെന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇന്ന് നടന്ന രണ്ടാമത്തെ മാച്ച് കൊളംബിയ വേഴ്സസ് ഗാനയാണ്. 1-0 എന്ന സ്കോർ ലൈനിലാണ് കൊളംബിയ അഡ്വാൻസ് ചെയ്യുന്നത്. അടിപൊളി മാച്ചായിരുന്നു. കൊളംബിയ ഡൊമിനേറ്റ് ചെയ്ത് കളിച്ച ഒരു മാച്ചായിരുന്നു ഇത്. 20 ഷോട്ട് അടിക്കുന്നുണ്ട്, 8 ഓൺ ടാർഗറ്റ് അടിക്കാൻ പറ്റുന്നുണ്ട്. 1-0 എന്ന സ്കോർ ലൈനിൽ കളി നിൽക്കാനുള്ള കാരണം ഗാനന്റെ ഗോൾ കീപ്പറാണ്. നിരവധി സേവുകൾ ചെയ്യുന്നുണ്ട്, 7 സേവുകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ 4 സേവുകൾ ഇൻസൈഡ് ദ ബോക്സ് ആണ്. അതുകൊണ്ട് മാത്രമാണ് 1-0 എന്ന സ്കോർ ലൈനിൽ കളി നിൽക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ കളിയിൽ കൊളംബിയയുടെ ഡിഫൻസിനെ പറ്റി നമ്മൾ എടുത്തു പറയണം. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എടുക്കാൻ പോലും ഗാന പ്ലേയേഴ്സിനെ അവർ സമ്മതിച്ചിട്ടില്ല. അപ്പം ഈ വേൾഡ് കപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സ്ട്രോങ് കണ്ടന്ററായിട്ട് മാറാൻ വേണ്ടി കൊളംബിയയ്ക്ക് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ മാച്ചസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കോഴ്സ് കമന്റ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.